സെഗ്മെൻറ്റിലെ മോസ്റ്റ് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ബേസ് വേരിയൻറ്റ് അതാണ് നിങ്ങളെ കാണുന്ന സെൽട്ടോസിൻ്റെ HTE വേരിയൻറ്റ്. ഇത് ബേസ് പെട്രോൾ വേരിയൻ്റ് ആണ്. 13,29,000 രൂപയാണ് ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് നിങ്ങളൊരു മാനുവൽ കാർ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട സെഗ്മെൻറ്റിൽ ദ ബെസ്റ്റ് കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് സെൽട്ടോസിൻ്റെ ഈ ബേസ് വേരിയൻറ്റിനെ വിളിക്കാം. അപ്പോൾ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതാരും ഒരു ബേസ് വേരിയൻ്റാണെന്ന് പറയില്ല. കാരണം നമുക്ക് ഒരു ഫുള്ളി ഫങ്ഷണലുള്ള ഡബിൾ ഡീക്കഡ് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ക്രൂസ് കൺട്രോൾ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേസ് വേരിയൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം. സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോ, മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ്, സെൻറ്ററിലേക്ക് വന്നാൽ 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ, അതിനകത്ത് HD ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ക്ലാരിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ HD ക്ലാരിറ്റി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ മാനുവൽ AC കൺട്രോൾസാണ് വരുന്നത്. സെൻറ്റർ ആംറസ്റ്റ് കാണാം. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സെഗ്മെൻറ്റിലെ ഒരു ഫീച്ചർ ലോഡഡ് കാർ എന്ന് പറയാം, പ്രത്യേകിച്ച് ബേസ് വേരിയൻറ്റ് കൺസിഡർ ചെയ്യുന്നവർക്ക്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ആൻഡ് പ്രൈസ് കമ്പാരിസൺ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫോർ മോർ ഇൻഫോ ഞാൻ ഇൻജോൺ കെയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. സ്റ്റിൽ ഇപ്പോൾ മറ്റ് പല മാനുഫാക്ചേഴ്സും ബേസ് വേരിയൻ്റ് എങ്ങനെ മാനുഫാക്ചർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള വാഹനം ഉണ്ടാക്കണം എന്ന് ഇത് കണ്ടുപഠിക്കണം. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കിയ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വേണ്ടതെല്ലാം നമുക്ക് ലക്ഷറി ഫീച്ചേഴ്സ് എന്നാണ് വേണമെങ്കിൽ പറയാം.